ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എങ്ങനെ ഒരു റെസിൻ ആർട്ട് ക്ലോക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. വെറും ക്ലോക്കല്ല, നമ്മൾ ഇതിൽ വരമാല പ്രിസർവ് ചെയ്തിട്ടുള്ള ക്ലോക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 10 ഇഞ്ചിൻ്റെ മോൾഡ്, ക്ലോക്കിൻ്റെ മോട്ടർ, ക്ലോക്കിന് സൂചി, ബാറ്ററി ബോക്സ്, പിന്നെ അതിന് വേണ്ട ഫോട്ടോ നമ്മൾ മിഡിൽ പോർഷനിൽ വരുന്ന പോലെ ചെറിയൊരു ഫോട്ടോ. 10 ഇഞ്ചിൻ്റെ മോൾഡാണെങ്കിൽ അതിൻ്റെ പകുതി സൈസുള്ള ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും നമുക്ക് ക്ലോക്കിൻ്റെ നമ്പേഴ്സ്. ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് മൗലവിന്നാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഷോട്ട് മിസ്സായിപ്പോയി എൻ്റെ ഫോണിൽ നിന്ന്. ഇതിൽ നമ്മൾ 10 ഇഞ്ചിൻ്റെ മോൾഡിൽ റെസിനൊഴിച്ച് വരമാല, അതായത് കല്യാണമാല എല്ലാം പ്രിസർവ് ചെയ്ത് റെസിനൊഴിച്ച് സൈഡിൽ മുത്തൊക്കെ വെച്ചിട്ടാണ് ഉള്ള വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. പ്രിസർവ് ചെയ്തതിന് ശേഷം ഞാനതിങ്ങനെ മുകളിലിങ്ങനെ പൊന്തിക്കുന്ന പോർഷൻസൊക്കെ ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ കൊടുത്ത് സാൻഡ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഇത് വേറെ വീഡിയോസിൽ കാണിക്കാത്ത ഒരു സംഭവമാണ് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ. ലാറ്റക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റെസിൻ ഒഴിക്കുമ്പോൾ മുകളിൽ നമ്മൾ പോളിഷ് ചെയ്യാൻ വേണ്ടി റെസിൻ ഒഴിക്കുമല്ലോ, ഫൈനൽ കോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മളെ സൈഡിൽ കൂടെ ഉറ്റി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ബബിൾസ് പോലെ, വെള്ളം തുള്ളി പോലെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡ്, ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റക്സ് ഉപയോഗിക്കുന്നത്. ലാറ്റക്സ് എന്ന് വെച്ചാൽ നമ്മളൊരു ബലൂണില്ലേ, നമ്മൾ ബലൂണിൻ്റെ ഒരു ഉണങ്ങി കഴിയുമ്പോൾ ബലൂണ് പോലെ ആവും. അത് ബലൂൺ എന്ന് വെച്ചാൽ ആ ബലൂണിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു മെറ്റീരിയൽ പോലെ ആവും ലാറ്റക്സ്. അപ്പോൾ ലാറ്റക്സ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അതൊരു ഗമ്മ് പോലെ, ഗ്ലൂ പോലെയാണ് ഇരിക്കുക. അത് നമ്മൾ ബാക്ക് സൈഡ്, റെസിൻ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തിരിച്ച് അത് ഉണക്കാൻ വയ്ക്കാം. ലാറ്റക്സ് ഉണക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ റെസിന് മുകളിൽ ഒഴിച്ചാലും ഉറ്റി ഇറങ്ങിയാലും വെള്ളത്തുള്ളി പോലെ ഇങ്ങനെ പുറത്ത് നിൽക്കില്ല. അപ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെയല്ലേ കാണാൻ. അങ്ങനെ നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റക്സ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഇങ്ങനെ വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ട് ലെയർ സെറ്റ് ചെയ്തത്. അപ്പം ഞാനിതിലേക്ക് ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പേഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് കൂടി ഇട്ടിട്ടുണ്ട്. ആ ഷോട്ടും എൻ്റെ നിന്ന് കാണാതെ പോയി. അപ്പോൾ ഇതാണ് ലാറ്റക്സ് ഡ്രൈ ആയിട്ടുള്ള രൂപം. നമുക്ക് ലാറ്റക്സ് ലാസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം അത് ഒലിച്ചെടുത്താൽ മതി. ഇപ്പോൾ നോക്കിയാൽ ഇതിൽ കാണാം സൈഡിലെല്ലാം വെള്ളത്തുള്ളി പോലെ ഇങ്ങനെ റെസിൻ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് ഞാനിപ്പോൾ ലാറ്റക്സ് ഇട്ടില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടായാൽ ഞാൻ പിന്നെ ഒന്നും കൂടി സാൻഡ് ചെയ്തൊക്കെ എടുക്കേണ്ടി വന്നാൽ. അതിനേക്കാളും നല്ലത് നമുക്ക് ലാറ്റക്സ് വെച്ചാൽ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ വെള്ളത്തുള്ളി പോലെ അതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ലാറ്റക്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബബിൾസൊക്കെ ഒഴിവാക്കാനും നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാനും വേണ്ടി നമുക്കിനി ലാറ്റക്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ റെസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ലാറ്റക്സിനെ കുറിച്ച് എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാനും മനസ്സിലാക്കിയത്. പിന്നെ ഈ ക്ലോക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വരമാല പ്രിസർവേഷൻ ക്ലോക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു ക്ലോക്കിൽ നിന്ന്. അങ്ങനെ ഒരു വീഡിയോ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം കാണിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇനി അടുത്ത വീഡിയോ ഞാൻ അത് പറഞ്ഞു ഇതേ വീഡിയോ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളും ഇനി റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് ഒന്നും കൂടി ഒരു ആക്രിലിക് ഷീറ്റ് കൂടി ഒട്ടിക്കാനുണ്ട്. ഇനി നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ 10 ഇഞ്ചിൻ്റെ മോൾഡിൽ ഈ നടുക്കൊരു ഹോൾസ് ഒന്നും ഇല്ലായിരുന്നു. ഞാനത് സാൻഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നടുക്കൊരു ഹോൾസ് വേണം. ഈ മോട്ടറും കൂടി കാണിച്ചു കൊടുത്തിട്ട് ഈ മോട്ടറിൻ്റെ അളവിൽ എനിക്ക് നടുക്കൊരു ഹോൾസ് വേണം ക്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ ആവശ്യം അനുസരണം അവരിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി തന്നു. അപ്പം നമുക്കിനി ആ മോട്ടർ വയ്ക്കാം. മോട്ടറിൽ തന്നെ സ്ക്രൂ ഉണ്ടാവും. നമ്മൾ ആ സ്ക്രൂ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്ലോക്കിൽ സൂചി, അതേ മോട്ടറിൻ്റെ തന്നെ സൂചി അളവിന് നോക്കി വാങ്ങാൻ നോക്കണം. ചില മോട്ടർ ചെറുതായിരിക്കും, സൂചി വലുതായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ചെക്ക് ചെയ്ത് മാത്രം വാങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലോക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.